ഹേ ദർ ഗൈസ്, വെൽക്കം ബാക്ക് ടു ട്രേഡിംഗ് ലോജിക്സ്. നമുക്കിന്ന് മാർക്കറ്റിൻ്റെ സ്ഥിതി ഒന്ന് പരിശോധിക്കാം. മാർക്കറ്റിൽ ഇന്നലെ ഒരു ചെറിയൊരു കറക്ഷൻ പോലെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അത് പ്രോഫിറ്റ് ബുക്കിംഗ് ആണ്. അപ്പോൾ മാർക്കറ്റിൽ ഹെവി പൊസിഷൻസ്, ഇപ്പോൾ ലോങ് പൊസിഷൻസ് ഇപ്പോഴും ഹോൾഡിംഗ് ആണ്. അപ്പോൾ ഇന്നലത്തെ ലെവൽസ് ഒന്ന് ബ്രീച്ച് ആയാൽ മാത്രമേ നെക്സ്റ്റ് ലോവർ ലെവലിലോട്ട് മാർക്കറ്റിന് പോകാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ടാവുള്ളൂ. 24,300 ലെവല് ഹെവി ആയിട്ടൊരു റെസിസ്റ്റൻ്റ് ആയിട്ട് സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ലെവൽ ബ്രീച്ച് ചെയ്താൽ മാത്രമേ അടുത്ത മേജറായിട്ട് നമുക്ക് എക്സ്പെക്റ്റേഷന് വേണ്ടിയിട്ടുള്ള ലെവൽസ് എന്ന് വെച്ചാൽ ഏകദേശം ഒരു 24,100 ആ റേഞ്ചിലോട്ട് പോകാൻ ചാൻസ് ഉണ്ട്. അതും ബ്രീച്ച് ആയാൽ മാത്രമേ 4,000 മാർക്കറ്റ് വീഴുള്ളൂ. അപ്പോൾ മാർക്കറ്റ് ഓരോ കറക്ഷൻസിലും ബയേഴ്സ് ഒത്തിരി ആക്റ്റീവായിട്ട് വരികയാണ്. ഗ്ലോബൽ മാർക്കറ്റ് ഇന്ന് ചെറിയൊരു അപ്സൈഡിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കും ഗിഫ്റ്റ് നിഫ്റ്റി ചെറുതായിട്ടൊരു നെഗറ്റീവ്നെസ് കാണിക്കുന്നുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് മാർക്കറ്റ് മൂവ് ചെയ്താൽ മാത്രമേ നമുക്ക് ഫർദറായിട്ടുള്ള മൂവ്മെൻറ്റ് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. മാർക്കറ്റ് കറക്ഷൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് മാർക്കറ്റ് ഇനിയൊരു ട്രെൻഡ് ലൈൻ കൂടെ ഒരു ഇതായിട്ട് ആക്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ട്രെൻഡ് ലൈൻ ബ്രേക്കാണ് കാണുന്നത്. ഇവിടെ നിന്ന് ഫർദറായിട്ടൊരു റിജക്ഷൻ വരികയാണെങ്കിൽ ഒരു ഡൗൺ സൈഡ് മൊമെൻറ്റം പോസിബിളാണ്. ട്രെൻഡ് ലൈൻ പ്രോപ്പറായിട്ട് ആ ചാനൽ ബ്രേക്കായി താഴോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. റെസിസ്റ്റൻസ് നമുക്കായിട്ട് കറക്റ്റായിട്ട് ഈ യെസ്റ്റർഡേസ് ഡേ ഹൈ, ഇത് ഗിഫ്റ്റ് നിഫ്റ്റിയുടെ കാര്യമാണ് പറയുന്നത്. ബാങ്ക് നിഫ്റ്റിയും അതുപോലെ തന്നെ ഒരു ട്രെൻഡ് ലൈനിലോട്ട് യാത്രയിലാണ്. നിഫ്റ്റിയും കണ്ടായിരുന്നോ? അപ്പോൾ ഇതിന് താഴോട്ടുള്ള മൊമെൻ്റ് എല്ലാം ചിലപ്പോൾ ഡ്രാസ്റ്റിക് ആയിട്ടുള്ള മൊമെൻ്റ് ആയിരിക്കാം. മേ ബി നെക്സ്റ്റ് സപ്പോർട്ട് നിന്നിട്ട് ഹെവി ആയിട്ട് അപ്സൈഡിലോട്ട് പോകാനായിട്ടുള്ള പ്രോബിലിറ്റി ഉണ്ട്. കാരണം എല്ലാ ബുള്ളിഷ് ആയിട്ടുള്ള ട്രേഡിംഗ് സെക്ഷൻസാണ് നമ്മൾ കണ്ടുവരുന്നത്. അപ്പോൾ അപ്സൈഡിലോട്ടുള്ള പോസിബിൾ മൂവ്മെൻറ്റ്സ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് തീർച്ചയായിട്ടും. കാരണം വെച്ചാൽ ഓരോ ഡിപ്പിലും ബയേഴ്സ് ആക്റ്റീവാണ്. FIS DISൻ്റെ ആക്ടിവിറ്റി നോക്കുമ്പോഴേക്കും ഒത്തിരി ബയേഴ്സ് എല്ലാം എക്സ്പെക്റ്റഡ് ആണ്. മാർക്കറ്റിൻ്റെ അടുത്ത മൂവ്മെൻറ്റ് പോസിബിൾ ആണെന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്നവർ ഒത്തിരി ഉണ്ട്. അപ്പോൾ അപ്സൈഡിലോട്ടുള്ള അതായത് ഇപ്പോൾ ന്യൂ ഹൈ ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു കറക്ഷൻ വന്നിട്ട് അവിടെ നിന്നും ഒരു മൂവ്മെൻറ്റ് പോസിബിൾ ആണ് തീർച്ചയായിട്ടും. ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം വീണ്ടും ഇന്നലെ ഒരു HDFCയുടെ ഒരു ഡ്രാഗിങ് കാരണം HDFC നല്ല രീതിക്ക് ഒന്ന് ഫാളായിരുന്നു. 2.35%. അപ്പോൾ ആ ഒരു പെർസെൻറ്റേജ് വൈസിൽ നോക്കുമ്പോഴേക്കും അതാണ് ഡ്രാഗ് ചെയ്തത്. അതുപോലെ തന്നെ കൂടെ കോൺട്രിബ്യൂട്ട് ചെയ്തതാണ് SBIN. അത് മൂവായി നിൽക്കുകയായിരുന്നു. ബജാജ് ഫിനാൻസ് മൂവായി. ഇപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള സ്റ്റോക്കുകളെല്ലാം കൂടെ വരുമ്പോഴേക്കും മാർക്കറ്റിന് ഒരു പുഷ് ഉണ്ടാവും ഡൗൺ സൈഡിലോട്ട്. അപ്പോൾ അതാണ് കാര്യം. ഇതും ഒരു മാർക്കറ്റിലൊരു ഡൗൺ സൈഡ് മൂവ്മെൻറ്റത്തിലോട്ട് പോകാൻ വേണ്ടിയിട്ട് വെയിറ്റിംഗ് ആണ്. ഒരു ഡൗൺ സൈഡ് മൂവ്മെൻറ്റം തന്നിട്ട് കുറേ ദിവസമായില്ലയോ. അപ്പോൾ നമുക്ക് ഒരു എക്സ്പെക്റ്റേഷൻ വേണ്ടിയിട്ട് താഴോട്ട് പോവാം ഉണ്ടോ. ഈ ട്രെൻഡ് ലൈനിൻ്റെ ഈ ഒരു ഇതുവരെയൊക്കെ വന്നിട്ട് വീണ്ടും സപ്പോർട്ട് അടിച്ച് വീണ്ടും പോവാം. ഈ ട്രെൻഡ് ലൈൻ ബ്രോക്ക് ആവുകയാണെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് റെസിസ്റ്റൻസിലോട്ട് എക്സാക്ട്ലി നല്ലൊരു റെസിസ്റ്റൻസ് ഈ ഒരു പോയിന്റ് കിടപ്പുണ്ട് കണ്ടോ. വൺസ് അത് ബ്രോക്കായി വീണ്ടും അത് റീടെസ്റ്റാണ് ഈ ഒരു ലെവൽ 21,51,980. അതായത് 52 ലെവലിൽ എക്സാക്റ്റായിട്ട് അത് കറക്റ്റായിട്ട് എടുക്കുന്നുണ്ട് സപ്പോർട്ട്. അപ്പോൾ സെൻസെക്സിൻ്റെ കാര്യം നോക്കാം. ഇന്നത്തെ ട്രേഡിംഗ് സെക്ഷൻസിൽ സെൻസെക്സ് ആണ് ഇന്ന് എക്സ്പയറിയാണ്, വെള്ളിയാഴ്ചയാണ്. അപ്പോൾ സെൻസെക്സും നിഫ്റ്റിയെ പോലെ തന്നെ ഒരു ട്രെൻഡ് ലൈനിൽ ഒരു സപ്പോർട്ടിൽ ആക്റ്റീവാണ്. അപ്പോൾ താഴോട്ട് അത് ബ്രോക്കായി കഴിഞ്ഞാൽ അടുത്ത ലെവലിലോട്ട് അത് ബ്രീച്ച് ആവും. മേജറായിട്ടുള്ള സപ്പോർട്ട് ലെവൽ വന്നിട്ട് ഇതൊരു സപ്പോർട്ട് ലെവലായിട്ട് ആക്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട്. 79,500 600 ലെവല്. നെക്സ്റ്റ് ലെവല് ഇതിലോട്ട് 78,900 ലെവലിലോട്ട്. ഓക്കെ, ഈ ലെവലിലോട്ടൊന്ന് ആക്റ്റീവ് ചെയ്യാൻ ചാൻസ് ഉണ്ട് സപ്പോർട്ടായിട്ട്.
അപ്പോൾ ക്രൂഷ്യലായിട്ടുള്ള റെസിസ്റ്റൻസ് പോയിന്റ് വന്നിട്ട് നമുക്കൊരു സൈക്കോളജിക്കൽ ലെവൽ വയ്ക്കുമ്പോഴേക്കും 80,000 തന്നെയാണ്. അവിടെ തന്നെയാണ് ഇപ്പോൾ ട്രേഡ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ലെവൽ ക്രൂഷ്യലാണ്. ഓക്കെ, ഇൻഡെക്സ് കോൺട്രിബ്യൂഷനിൽ നോക്കുമ്പോഴേക്കും HDFC ബാങ്കാണ് ഏറ്റവും കൂടുതലായിട്ട് ഡ്രാസ്റ്റിക്കായിട്ട് ഫാളായിട്ടുള്ളതെന്ന് കാണാം. നമുക്ക് LNT ഉണ്ട്, ബജാജ് ഫിനാൻസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു മേജറായിട്ടുള്ള ഫാള് കാരണമാണ് മാർക്കറ്റിൻ്റെ ഇന്നലത്തെ കറക്ഷൻസിന് കാരണം. ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് എന്നോണം വിചാരിച്ചാൽ മതിയാവും. HDFC ഒക്കെ നമുക്ക് എത്ര കറക്ഷൻസ് കിട്ടിയാലും നമുക്ക് വാങ്ങിച്ച് ഹോൾഡ് ചെയ്യാവുന്ന സ്റ്റോക്കുകൾ തന്നെയാണ്. അപ്പോൾ സ്റ്റോക്കിൻ്റെ കാര്യം അനുസരിച്ച് വരുമ്പോഴേക്കും വരുന്ന ദിവസങ്ങളിൽ പുതിയ സ്റ്റോക്കുകൾ ഞാൻ എൻ്റെ പേഴ്സണൽ പിക്കായിട്ടുള്ള 1-2 സ്റ്റോക്കുകളുണ്ട്. ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും വരും ദിവസങ്ങളിൽ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ബാങ്ക് നിഫ്റ്റിയിൽ ഇന്നലെ 1-2 പേര് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയാണത് അറിയുന്നതെന്ന്. ഇപ്പോൾ ഒരു സ്ട്രാഡിൽ പ്ലേ ആണ് നടക്കുന്നത്. അതായത് 53,000 ബൈ കോൾ സെല്ലേഴ്സും ഉണ്ട്, പുട്ട് സെല്ലേഴ്സും ഉണ്ട്. ആ ഒരു റേഞ്ചിനെ വിട്ട് പോകത്തില്ല എന്നാണ് ഈ എക്സ്പയറി. അതായത് 10th ജൂലൈയിൽ ഈ എക്സ്പയറിക്ക് ഈ ഒരു സ്ട്രാഡിൽ പ്ലേ നടക്കുന്നുണ്ട്. 53,000 ക്രോസ് ചെയ്ത് താഴോട്ട് പോകത്തില്ല, മുകളിലോട്ട് പോകത്തില്ല എന്നുള്ള എക്സ്പെക്റ്റേഷനിൽ രണ്ട് സൈഡിൽ നിന്നും സ്ട്രാഡിൽ പ്ലേ, ഇതിന് സ്ട്രാഡിൽ പ്ലേ എന്നാണ് പറയുന്നത്. രണ്ട് സൈഡിൽ നിന്ന് സെല്ല് നടക്കുന്നത് തന്നെ ഉണ്ടോ. ഈ ഒരു ഗ്രീനിൻ്റെ ബാർ ഇങ്ങനെ റൈസായി നിൽക്കുന്നതന്നെ ഇത് റെഡ് ബാർ റൈസ് ഓൾമോസ്റ്റ് സെയിം ആണ് ഉണ്ടോ. 17 ഇവിടെ 20. അപ്പോൾ അങ്ങനെ വരുവാണെന്നുണ്ടെങ്കിൽ ഒരു 30,000 ഡിഫറൻസേ ഉള്ളൂ. അപ്പോൾ സെല്ലേഴ്സ് രണ്ട് സൈഡും ആക്റ്റീവാണ്. അപ്പോൾ മാർക്കറ്റ് മൂവ് ചെയ്യത്തില്ല എന്നാണ് ഇവരുടെ എക്സ്പെക്റ്റേഷൻ. ഇത് വെച്ചിട്ടാണ് നമുക്ക് സപ്പോർട്ട് എവിടെ, റെസിസ്റ്റൻസ് എവിടെയെന്ന് തിരിച്ചറിയാൻ പറ്റുന്നത്. നമുക്ക് വരുന്ന ദിവസങ്ങളിൽ ഞാനത് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഈ ചാർട്ട് എങ്ങനെ റീഡ് ചെയ്യേണ്ടിയെന്ന്, ഈ ഡേറ്റ എങ്ങനെ അനലൈസ് ചെയ്യേണ്ടതെന്നുള്ള കാര്യം വരുന്ന ദിവസങ്ങൾ പറഞ്ഞു തരാവേ. അപ്പോൾ സീ നെക്സ്റ്റ് വീഡിയോ ഗൈസ്. ഇപ്പോൾ സൂപ്പറായിട്ട് ട്രേഡ് ചെയ്യുക. ഇന്ന് സെൻസെക്സ് ആണ്, ഹെവി വോളറ്റൈലായിരിക്കും ചാൻസ് ഉണ്ട്. പ്രീമിയം ഒന്ന് സ്റ്റഡി ആവുന്നത് വരെ ഒന്ന് കെയർഫുള്ളായിട്ട് ട്രേഡ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഹാപ്പി ട്രേഡിങ് ഗൈസ്, ബൈ.